ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പി.വി. അൻവറിനെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആക്കേണ്ടിയിരുന്നില്ലെന്ന് മുൻ കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബേപ്പൂരിൽ യു.ഡി.എഫ് പരാജയപ്പെടുമെന്ന് താൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പി.വി. അൻവറിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെയാണ് യു.ഡി.എഫ് രംഗത്തിറക്കിയിരുന്നതെങ്കിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നുവെന്ന് മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ഡി.സി.സി അധ്യക്ഷൻ കെ. പ്രവീൺകുമാർ എം.എൽ.എയും അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച അതേ പരിപാടിയിലായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. അതേസമയം അൻവറിന് പിന്തുണയുമായി കാരാട്ട് റസാഖ് രംഗത്ത് വന്നു. പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെതിരെയാണ് കാരാട്ട് റസാഖ് രംഗത്ത് വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ യു.ഡി.എഫിന്റെ വിജയത്തിന് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചതാണ് പരാജയത്തിന് കാരണമെന്ന തരത്തിലുള്ള വിലയിരുത്തൽ തന്നെ അനവസരത്തിലുള്ളതാണെന്നും കാരാട്ട് റസാഖ് പ്രതികരിച്ചു. സ്വതന്ത്ര ചിഹ്നമാണ് പ്രശ്നമെങ്കിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും യു.ഡി.എഫ് പരാജയപ്പെടേണ്ടിയിരുന്നില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അൻവറിനെ യു.ഡി.എഫിലെ ആരെങ്കിലും കാലുവാരിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനാകില്ലെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. ഇക്കാര്യം പരസ്യമായി പറയുന്നത് അൻവറിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ബേപ്പൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിനുള്ളിലും മുന്നണിക്കുള്ളിലും വീണ്ടും ചർച്ചയാവുകയാണ്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടതിൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് പി.വി. അൻവർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം ഉന്നയിച്ചത്. തന്നെ പരാജയപ്പെടുത്തിയത് ചേർത്തു നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചുവെന്നും ഇതാണ് തന്റെ നിശബ്ദമായ പിൻവാങ്ങലിന് കാരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബേപ്പൂരിലെ തോൽവിയെക്കുറിച്ച് ഡി.സി.സി പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ നടത്തിയ പ്രസംഗത്തിലെ ഭാഗം പങ്കുവച്ചുകൊണ്ടാണ് അൻവർ ഇത്തരത്തിൽ നേതാക്കളെ പലരെയും വിമർശിച്ചിരിക്കുന്നത്. പിന്നിൽ നിന്നുകൊണ്ട് ചതിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്.